ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയ ശേഷമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഖമേനിയുടെ പ്രത്യക്ഷപ്പെടലിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് നിരീക്ഷകർ കണ്ടത്. 5 വർഷത്തിനിടെ ആദ്യമായാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഖമേനി നേതൃത്വം നൽകിയത്. ലോകം മുഴുവൻ ഖമേനിയുടെ വാക്കുകൾക്കായി കാത്തിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. ഇസ്രയേലിനുള്ള താക്കീതായിരുന്നു ഖമേനിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞത്. ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഖമേനി നൽകിയത്. വിശ്വാസം ശക്തിപ്പെടുത്തി. ശത്രുവിനെതിരെ നിലയുറപ്പിക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല. ഇസ്രയേലിനെതിരെയുള്ള നീക്കം ഉടനെ ഉണ്ടാകില്ല, എന്നാൽ കൃത്യമായ സമയത്ത് തിരിച്ചടി ഉണ്ടാകും. ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും. ഇസ്രയേലിന് ഇറാനെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല. ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന സംഘടനകളും വലിയ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ ഖമേനിയുടെ രംഗപ്രവേശം വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്രപ്രസിദ്ധമായ ഇമാം ഖമേനി മസ്ജിദാണ് പ്രസംഗത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രയേലിനെതിരെ ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് വ്യക്തം. അതിന്റെ തുടക്കമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ടത്. ചൊവ്വാഴ്ച രാത്രി ടെല്ലവീവിന്റെ ആകാശത്ത് തീ പടർത്തിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ പറന്നെത്തിയത് ദീർഘകാലമായി ഈ മേഖല ഭയക്കുന്ന വലിയ ഒരു സംഘർഷത്തിന്റെ തുടക്കമാണ്. ഇസ്രയേലിന് നേരെ കഴിഞ്ഞ 6 മാസത്തിനിടെ ഇറാൻ നടത്തുന്ന രണ്ടാമത്തെ വ്യോമാക്രമണമാണ് ഇത്. കഴിഞ്ഞ തവണ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കുകയായിരുന്നു. ഇത്തവണ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ജനസാന്ദ്രതയുള്ള നഗരങ്ങളെ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്തത്. ഇത് ഇറാന്റെ യുദ്ധപ്രഖ്യാപനമായാണ് ഇസ്രയേൽ കാണുന്നത്. ആൾനാശമുണ്ടായില്ലെങ്കിലും നഗരങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. ഏപ്രിലിൽ ഇറാന്റെ ആക്രമണത്തിനോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം പ്രതീകാത്മകം മാത്രമായിരുന്നു. ഇറാന്റെ വ്യോമകേന്ദ്രങ്ങളിൽ ഒന്നിനെ ലക്ഷ്യം വെച്ചുള്ളത്. എന്നാൽ ഇസ്രയേൽ പൗരസമൂഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ആക്രമണം. അതിനാൽ പ്രധാനമന്ത്രി നെതന്യാഹു ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകും എന്നുറപ്പാണ്. ഇസ്രയേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയാണ്. ആക്രമണം തടയുന്നതിനും കാഠിന്യം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രം പരാജയപ്പെട്ടുവെങ്കിലും അമേരിക്കയുടെ ജാഗ്രത വീണ്ടും തെളിയിക്കപ്പെട്ടു. ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. നിർണായകമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 5 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ US രാഷ്ട്രീയത്തെ കൂടി ഇത് സ്വാധീനിക്കും. ആഗോളതലത്തിൽ ജോ ബൈഡൻ ഭരണകൂടം പരാജയമാണെന്ന് ചിത്രീകരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഈ സാഹചര്യം ഉപയോഗിക്കും. ഇതിനിടയിൽ ഗസയിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കാനും ലെബനനിൽ വെടിനിർത്തൽ നടപ്പിൽ വരുത്താനും അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തിരിച്ചടിയായി മിസൈൽ ആക്രമണം നടത്തിയത്.